Good morning everybody. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണിത്. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് മീൻ ബൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ആൻഡ് രണ്ടാമത്തെ അത് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സിമിലാരിറ്റി കോൺട്രിബ്യൂഷൻ ഓഫ് എഫ് എം ടൈലർ ആൻഡ് എഫ് എം ഹെൻറി ഫോയിൽ. എസ്സേയിൽ വരുന്ന ഭാഗമാണ് ഡിസ്ക്രൈബിങ് ജോയിൻ സ്റ്റോക്ക് കമ്പനി. Briefly explain different type of training, Henri Fayol principles of management and calculate one problem. ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് സോൾവ് ചെയ്യേണ്ടതാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഈ വരുന്ന സീരീസ് എക്സാമിന് പരീക്ഷയ്ക്ക് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായിട്ട് ചോദിച്ചിരിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. നമ്മുടെ ലെസൺ 1, 2, 3 മോഡ്യൂൾ 1 വരുന്നത് ഡിഫൈൻ മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂഷൻ, എക്സ്പ്ലെയിൻ ഹെൻറി ഫോയിൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു മോഡ്യൂളിൽ നിന്ന് ഒരു ലെസണിൽ നിന്ന് ഒരു ചോദ്യം എന്ന രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. അതാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എഴുതേണ്ടതും അത് തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എക്സ്പ്ലെയിൻ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ സ്ലിപ്പിംഗ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ വർഷം 2020 എക്സ്പ്ലെയിൻ ദ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് 7 functions of human resource management, ലിസ്റ്റ് ഓഫ് advantage of training, briefly explain the different type of training, state and function of human resource management, list of any quantity techniques in management, explain the advantage of training. ലെസൺ 5 പ്രോബ്ലം ഉള്ളത്. വേജ്, ഡിഫൈൻ വേജ്, ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേജ്, ഡിഫൈൻ റിയൽ വേജ്, ലിസ്റ്റ് 3 ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ്സ്, റൈറ്റ് ടൈപ്പ് ഓഫ് വേജസ്, ഡിസ്ക്രൈബ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതേ മോഡൽ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലെസണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ച് 5 ചോദ്യം ഇന്ന് എഴുതുകയും സബ്മിറ്റ് ചെയ്യുകയും നാളെ പഠിച്ചിട്ട് അത് പറഞ്ഞു തരികയും സൂമിൽ പറഞ്ഞു തരികയൊക്കെ ചെയ്യാം. ഓക്കെ, മോഡ്യൂൾ 1 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിഫൈൻ മാനേജ്മെൻ്റ് ആണ്. പല ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, പഠിക്കുക. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിങ് ഓഫ് എൻഗേജിങ് വിത്ത് ഓർഗനൈസേഷൻ ഹ്യൂമൻ ടാലൻറ്റ് യൂസിങ് ഫിസിക്കൽ റിസോഴ്സ് അറ്റ് എ മാനേജർ ഡിസ്പോസൽ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾ ഒബ്ജക്റ്റീവ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, ഈ 2 രീതിയിലും എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും മനുഷ്യൻ്റെ രീതിശാസ്ത്രങ്ങൾ നമ്മുടെ ഒരു ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡിഫൈൻ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം അതായി. ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹെൻറി ഫോയിൽ മാനേജ്മെൻറ്റ്, ഹെൻറി ഫോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഹെൻറി ഫോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹി ഡെവലപ്പ് പ്രിൻസിപ്പിൾ ഓഫ് ബ്രേക്കിംഗ് ടാസ്ക്, അത് ബ്രാക്കറ്റിൽ job into the element of time in the same. Next one, he kept himself involved and explored the causes of deficiency and labor difficulty in industry. Through the time study, he experienced to recognize the loss of efficiency in industrial operation. മൂന്നാമത്തത് he involved certain principles of investing work scientific basis, selecting the best working for a task of training him, further acquire desired skill, developing cooperation spirit between management and worker, almost equal division of work and management and lead to concept of scientific management. ഇതിൻ്റെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേജ് ഇൻസെൻറ്റീവ് സ്കീം ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാനിൽ. മറ്റൊരു പിന്നൊരു പോയിന്റും കൂടെ ഉള്ളത് ഇൻക്വയർഡ് ബൈ വർക്ക് ആൻഡ് ടൈം നെസസറി, ദ ഫയർ ഡേ ടാസ്ക് എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ടൈലറും ഫോയിലറും, കമ്പാരിസൺ ബിറ്റ്വീൻ എഫ് എം ടൈലർ, ഹെൻറി ഫോയിൽ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്.
കൃത്യമായിട്ട് കോളം വരച്ച് തന്നെ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. മീനിങ് എന്ന് പറയുന്നത് ഹെൻറി ഫോയിൽ ഫാദറാണ് മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ. ടൈലർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. ഹു ഇൻട്രൊഡ്യൂസ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതേസമയം മറ്റേ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ഹെൻറി ഫോയിലിൻ്റെത്. കൺസെപ്റ്റ് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് FM ടൈലർ. ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ് ലോ ലെവൽ മാനേജ്മെൻറ്റ്, ജോലിക്കാരെ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. ആപ്ലിക്കബിലിറ്റി യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് അപ്ലൈം സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ബേസിക് ഓഫ് ഫോർമേഷൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ FM ടൈലർ ഒബ്സർവേഷൻ ഇൻ എക്സ്പെരിമെൻ്റ് ആണ്. ഓറിയൻറ്റേഷൻ മാനേജീരിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ FM ടൈലറിന് പ്രൊഡക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻ്റ് ആണെങ്കിലും ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് വിത്ത് മാനേജർ ആണെങ്കിൽ ഡിഫറൻഷ്യൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്രോച്ച് മാനേജ് അപ്രോച്ച് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് അപ്രോച്ച് ആണ് FM ടൈലർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഏപ്രിൽ 2018 ചോദിച്ചതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് തന്നെ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, അതുപോലെ കൺട്രോളിങ്, മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലാണ് ഈ എസ്സേ ആവുന്നത്. അതിൽ 2 കാര്യങ്ങൾ മാത്രമായിട്ട് പിന്നീട് വേറെ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ടേം ഓഫ് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്. 2 ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, ഹയറിംഗ് ഓഫ് പീപ്പിൾ വിത്ത് നെസസറി സ്കില്ല്, അപ്രോപ്രിയേറ്റ് ജോബ്, പ്രൊവൈഡിംഗ് ഫോർ ഫെസിലിറ്റി ഓഫ് ഓൺ ഗോയിങ് ട്രെയിനിങ് ആൻഡ് നെസസറി ടു കീപ്പ് സ്കിൽ ആൻഡ് കറണ്ട്. ഇതൊക്കെ ഹെഡിങ്സ് ആണ്. ഇതൊക്കെ മുൻപ് ഓരോ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഹെഡിങ്സിന് കീഴിലുള്ള കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഹെഡിങ് മാത്രമല്ല, ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ മാൻ പവർ ഹാൻഡ്ലിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് of manpower, placement, promotion, transfer, അടുത്ത ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയി, റിമ്യൂണറേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിങ് വാട്ട് നീഡ് ടു ബി ഡൺ ഇൻ സിറ്റുവേഷൻ ആൻഡ് ഗെറ്റിംഗ് പീപ്പിൾ ടു ഡു ഇറ്റ്. Controlling and monitoring, checking the current outcome against the forecast plan, making adjustment when necessary so the goal are achieved. Direction is called management in action. Direct includes issuing of order and instruction to subordinate, guideline and teaching subordinate to proper method of doing work, supervision subordinate to ensure those work conform to the plan. ഇതുപോലെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂമിൽ വരുന്ന സമയത്ത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വന്ന് പറഞ്ഞു തരണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് എഴുതി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ലിസ്റ്റ് എനി 6 ഡിഫറൻസ് ബിറ്റ്വീൻ. അടുത്ത ലെസണിലേക്ക് പോയി നമ്മൾ. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. 8 പോയിൻറ്റ്സുകൾ വെവ്വേറെ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിലെ ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. പബ്ലിക്കിലാവുമ്പോൾ ഇമ്പോർട്ടൻറ്റ് വൈൽ പ്രോഫിറ്റ് മോട്ടിവേറ്റിംഗ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് അതിനുള്ളൂ. എൻ്റർപ്രൈസസ് ഓണർ ആൻഡ് മാനേജ്ഡ് ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ ആയിരിക്കും. ഓണർ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. പബ്ലിക്കിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. പബ്ലിക്കിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, വേണമെങ്കിൽ പണം എന്ത് ചെയ്യാം, പിന്നെ കടമെടുക്കാം. അതേപോലെ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് വലിയ കമ്പനികളാണ് പബ്ലിക് സെക്ടറിലുള്ളത്. BSNL, പോർട്ട്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ഹാൻഡ് ഓഫ് ഫ്യൂ ക്യാപിറ്റൽ, കുറച്ച് ആളുകളിലേക്ക് മാത്രമായിട്ട് ആ പണം അല്ലെങ്കിൽ ലാഭം വിഹിതം ചെന്ന് ചേരുന്നു. ഇറ്റ് ലീഡ് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ വെൽത്ത് ആൻഡ് ഇൻകം, പ്രോഫിറ്റ് യൂട്ടിലൈസ്, വെൽഫെയർ ഓഫ് ദ നാഷൻ ആണ്. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല പബ്ലിക്കിന്. പ്രൈവറ്റ് സെക്ടർ ഡോമിനേറ്റ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. സാധാരണ സർവീസസിലും അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്ഷനിലും എല്ലാ കാര്യത്തിലും ആരുണ്ടാവും, പബ്ലിക് സെക്ടർ ഉണ്ടാവും. പ്രൈവറ്റ് സെക്ടർ ഡോമിനേറ്റ് ദ ചേഞ്ച് ഇൻ എക്സ്പ്ലോർ ഓഫ് ജനറൽ പബ്ലിക് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതേസമയം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റ് കൺട്രോൾ ആൻഡ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ദർ. അവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന്, എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിൽ നിന്ന് ജീവനക്കാരെയും അതുപോലെ അതിൻ്റെ ഉപഭോക്താക്കളെയും സംരക്ഷിച്ച് നിർത്താൻ പബ്ലിക് സെക്ടർ നിർബന്ധിതമാണ്. പബ്ലിക് സെക്ടർ ഡസ് നോട്ട് അണ്ടർടേക്ക് റിസ്ക്. ഇപ്പോൾ ഉദാഹരണം കാർബൈഡ് കമ്പനിയാണ് എന്തുണ്ടായത്,
വാതക ദുരന്തം ഉണ്ടാക്കിയത്. അതേസമയം നമ്മൾ പബ്ലിക് സെക്ടറിലാവുമ്പം അതിനുള്ള എന്തുണ്ടാവും, ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി, റിക്വയർഡ് ഹ്യൂജ് ക്യാപിറ്റൽ, ബട്ട് യൂസ്ഫുൾ ഫോർ വെൽഫെയർ ഓഫ് നാഷൻ ത്രൂ ഔട്ട്, പ്രോഫിറ്റ് മാർജിൻ ഈസ് ലെസ്. അങ്ങനെയാണെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ദ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസേഷൻ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ഹൂ എഗ്രീഡ് ടു ഷെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ക്യാരിഡ് ഔട്ട് ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഓക്കെ, അതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. മിനിമം 2 പേരും മാക്സിമം 10 പേരും, ബാങ്കിങ്ങിലാണെങ്കിൽ 20 പേരും. പാർട്ട്ണർഷിപ്പ് ക്ലാസിഫൈ അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ബിസിനസ്. പാർട്ട്ണർഷിപ്പ് തന്നെ നമുക്കറിയാം പലതരത്തിലുണ്ട് എന്നുള്ളത്. പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കബിൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീന് പാർട്ട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, ഇറ്റ് മാനേജ് എനി വൺ പാർട്ട്ണർ ആക്ടിങ് ഫോർ ഓൾ ഓർ മേ ബി ഓൾ ഓഫ് ദം. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ തന്നെ. അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്, മോർ ടീം സ്പിരിറ്റ് ആവശ്യമാണ്, സീക്രൻസി ക്യാൻ ബി മെയിൻറ്റെയിൻ ടു സം എക്സ്റ്റെൻ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെയർ ഇൻ പേഴ്സൺ വളണ്ടർലി അസോസിയേറ്റ് ആണ് ടുഗദർ വിത്ത് ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ fulfillment of their common economic interest ആണ്. The basic aim of the cooperative organization is a self-helping through mutual cooperation. ദെൻ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളണ്ടറി ഓർഗനൈസേഷനാണ്, അതുപോലെ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെക്ഷനാണ്, പരസ്പരം സഹായിക്കലാണ്, കോമൺ ഇൻട്രസ്റ്റ് ആണ്. ടൈപ്പുകൾ പറഞ്ഞാൽ മതി, ഇതിൻ്റെ രണ്ടിനെയും കമ്പയർ ചെയ്യാനല്ല, രണ്ടും വെവ്വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് പറഞ്ഞാലും മതി. പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. Production cooperatives which work group buying and selling such items, grain, fruit, dairy products. Consumer cooperation which work retail, trade and service. Housing cooperation which work for construction and providing houses to the അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ആണ്. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ളത്. ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പ്രൈവറ്റ് സ്ലൈഡുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങളത് പഠിക്കേണ്ടതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഹി ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഓഫ് ബിസിനസ്, ഹി സിംപ്ലി ഇൻവെസ്റ്റ് ദ മണി, ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ലോസസ് ഓഫ് ബിസിനസ്. ഹി ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഓഫ് ബിസിനസ്, ദാറ്റ് ഈസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ, നോമിനൽ പാർട്ട്ണർ, ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് എനി മണി, ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഓഫ് ബിസിനസ്, യെറ്റ് ഹി കൺസിഡർ ആസ് എ പാർട്ട്ണർഷിപ്പ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഡെപ്യൂട്ടേഷൻ. അതാണ് നോമിനലും സ്ലീപ്പിംഗ് പാർട്ട്ണറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ്, പക്ഷേ അയാൾ മെമ്പറാണ് അതിൽ എന്നർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. പണ്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിരുന്നില്ല, ഇപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ്. Organization structure is a place where man, material, machines are brought together and produce required production in an economic way. For achieving this common goal, a good organization system is necessary. The success or failure of the industry depends upon its ability to cooperate various sectors of production, implementing the policy. Sound organization highly important to success of the business. Organization structure is a systematic arrangement of the people working for the organization in order to achieve predetermined goal. This structure provides an appropriate framework for authority and responsibility relationship between various systems. The organization structure generally shown on organization chart. അപ്പോൾ ഈ വർഷം നമുക്കത് ചോദിച്ചിട്ടുണ്ട്.
Organization characteristics: it is a group of people working in a common object, tool of management, facility of organization. It work under top administration. It is clearly defined authority and responsibility of each individuals. So describe the function of organization structure എന്ന് പറയുന്നത്. ഇനി ഈ വർഷം 2020 ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ 2019 ചോദിച്ചുള്ളതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ചാർട്ട് വരയ്ക്കുക എന്നുള്ളത്. ഇതാണ് ചാർട്ട് വരയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ഫങ്ഷൻ ഓഫ് HRM. ഇതും പിന്നെ എന്ത് ചെയ്യുക, നല്ല കാര്യമാണ് പഠിക്കുന്നത്, കാരണം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ളതാണ്. സോ ഫസ്റ്റ് വൺ മാനേജീരിയൽ ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് 7 വേണമെന്നൊക്കെ ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ആണ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, എംപ്ലോയി ബെനിഫിറ്റ്, മെയിൻ്റനൻസ് ഓഫ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, പേഴ്സണൽ പ്ലാനിങ്, ഇവാലുവേഷൻ, പേഴ്സണൽ റിസർച്ച് ആൻഡ് ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ. അതിൽ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മാനേജീരിയൽ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ ഇൻവോൾവ് പ്ലാനിംഗ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്ഷൻ, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് ദ വർക്ക് ഓഫ് ദോസ് ഹൂ എൻട്രസ്റ്റഡ് വിത്ത് പെർഫോമിംഗ് ദ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ്. അതിൽ വരുന്നതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ്, വാട്ട് ഈസ് പ്ലാനിംഗ്? ടു ഹാർട്ട് ഓഫ് ജോബ് ഇൻവോൾവ് ദ എബിലിറ്റി ടു തിങ്ക്, to predict, to analyze, to come to decision, to control the action of persons, to scope of complex, dynamic and fluid environment. An organization involve giving such a subordinate specific task, establishing department, delegating authority to subordinate, establishing channel to of authority and communication, coordination the work subordinate and so on. Then managerial function വരുന്നതാണ് directing function. Directing function including guiding, overseeing, inspiring, influencing subordinates to work in way that is beneficial to enterprises as well as the community. Controlling is the process of getting standard for perform, checking to see how actual performance compare with those set of standards and taking corrective action is needed. Then operative functionsൽ വരുന്നതാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് ആൻഡ് കണക്റ്റഡ് ടു ആക്ടിവിറ്റി എസ്പെഷ്യലി ഡീലിംഗ്, പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്പിംഗ്, കോമ്പൻസേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, മെയിൻ്റെനൻസ്, എഫിഷ്യൻറ്റ് വർക്ക് ഫോഴ്സ്, ജോലിക്കാരെ സംബന്ധിച്ച പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഫംഗ്ഷൻ ഈസ് എ പേഴ്സൺ മാനേജ്മെൻറ്റ് ഈസ് പ്രൊക്യൂർമെൻറ്റ് ആളുകളെ എടുക്കുക. പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ ഈസ് കൺസേൺ ടു ഒബ്റ്റെയിൻ എ പ്രോപ്പർ കൈൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ് നെസസറി ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഗോൾ. സെക്കൻഡ് വൺ ആണ് ഡെവലപ്മെൻറ്റ്. അവരെ ഡെവലപ്പ് ഫംഗ്ഷൻ ഡീലിംഗ് വിത്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയി ബൈ ഇൻക്രീസിങ് ദെയർ സ്കില്ല് ത്രൂ ദ ട്രെയിനിങ് സോ ദാറ്റ് ദ ജോബ് പെർഫോമൻസ് ഇസ് പെർഫെക്റ്റ്ലി അച്ചീവ്ഡ്. കോമ്പൻസേഷൻ, ശമ്പളം കൊടുക്കുക. കോമ്പൻസേഷൻ ഫംഗ്ഷൻ ഇൻവോൾവ് ഡിറ്റർമിനിങ് ദ വേജ്, സാലറി, മാച്ചിങ് വിത്ത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എംപ്ലോയി ടു ഓർഗനൈസേഷൻ ഗോൾ ആണ്. മെയിൻ്റെനൻസ്, ടു മെയിൻറ്റെയിൻ ദ ഫംഗ്ഷൻ ഡീലിംഗ് ദ സസ്റ്റൈനിങ്, ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ദാറ്റ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ദ എയിം ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ഹെൽത്ത് ഓഫ് എംപ്ലോയി through various welfare measures. Then integration എല്ലാം. HRM is a try to integrate management and worker to have mutual respect for each other and bringing with a new sense of industrial relation in entrepreneurship for economic progress and ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിഫൈൻ മാനേജ്മെൻ്റ് ആണ്. പല ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, പഠിക്കുക. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിങ് ഓഫ് എൻഗേജിങ് വിത്ത് ഓർഗനൈസേഷൻ ഹ്യൂമൻ ടാലൻറ്റ് യൂസിങ് ഫിസിക്കൽ റിസോഴ്സ് അറ്റ് എ മാനേജർ ഡിസ്പോസൽ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾ ഒബ്ജക്റ്റീവ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, ഈ രണ്ട് രീതിയിലും എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും മനുഷ്യൻ്റെ രീതിശാസ്ത്രങ്ങൾ നമ്മുടെ ഒരു ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡിഫൈൻ
subordinate and so on. Then managerial function വരുന്നതാണ് directing function. Directing function including guiding, overseeing, inspiring, influencing subordinates to work in way that is beneficial to enterprises as well as the community. Controlling is the process of getting standard for perform, checking to see how actual performance compare with those set of standards and taking corrective. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഡിഫൈൻ വേജ്. വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദർ ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ ദ എഫേർട്ട് പുട്ട് ഇൻ ബൈ ദ വർക്കർ പ്രൊഡക്ഷൻ ആൻഡ് ദർ ആർ ദ പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ സർവീസ് റെൻഡർ ബൈ ലേബർ. വേജ് എന്നും സാലറി എന്നും സാധാരണ ഉപയോഗിക്കാറുണ്ട്, രണ്ടും വ്യത്യാസമാണ്. വേജ് എന്ന് പറഞ്ഞാൽ പൈസയായിട്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റിന് പ്രൊഡക്ഷൻ സെക്ടറിൽ കൊടുക്കുന്നതാണ്. ദ വേജ് ആർ പേയ്മെൻറ്റ് മെയ്ഡ് ടു ലേബർ എൻഗേജ് ഡയറക്റ്റ്ലി ഇൻ പ്രൊഡക്ഷൻ ആണ്. സാലറി എന്ന് പറയുന്നത് അതല്ല. ഓക്കെ, നോമിനൽ വേജ് ഉണ്ട്. നോമിനൽ വേജ് എന്ന് പറഞ്ഞാൽ പൈസയായിട്ട്, ക്യാഷ് ആയിട്ട്. ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ടു വർക്കർ ഇൻ ക്യാഷ് ഫോർ എഫേർട്ട് പുട്ട് ഇൻ ബൈ ഹിം ഇൻ ഇൻഡസ്ട്രി ആൻഡ് ഇൻ another advantage to the worker made. This is called money wage. അടുത്ത real wage ആണ്. real wage including additional facility provided to worker in addition to cash payment made him in return for his effort and work. Example, uniform, housing, free with water, electricity supply, consider as a real wage. കുറച്ചും കൂടെ കൂടിയതായിരിക്കും. ലിവിങ് വേജ് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് വേജ് ഈസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് സം അതർ സോഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ഫാമിലി ലൈക്ക് എഡ്യൂക്കേഷൻ, ഫുഡ്, ക്ലോത്ത്, ഇൻഷുറൻസ് അലോങ് വിത്ത് പ്രൈം നെസസിറ്റി ഓഫ് ലൈഫ്. ദിസ് ഈസ് കോൾഡ് ലിവിങ് വേജ് എന്ന് പറയുന്നത്. ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വേജ് വിച്ച് മസ്റ്റ് ഫെയർ ഫോർ വർക്ക് for worker and should be provided with him within another necessity of life and additional food for his family. ദെൻ മിനിമം വേജ് കൂടെ ഉണ്ട്. അങ്ങനെ 4 വേജുകളാണ്. അടുത്തത് നിർബന്ധമായിട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യേണ്ട ചോദ്യമാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ചോദ്യത്തിൽ 2 മെത്തേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റോ ആൻഡ് പ്ലാൻ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്. അവർലി വേജ് റേറ്റ് എന്ന് പറയുന്നത് 6 രൂപയാണ്. സ്റ്റാൻഡേർഡ് ടൈം 10 ആണ്. സ്റ്റാൻഡേർഡ് ടൈം തന്നെ എഴുതിയിട്ടുണ്ട്. വർക്കിൻ്റെ ടൈം എടുക്കുന്നത് 8 മണിക്കൂറാണ്. 50-50 പ്ലാൻ ആകുമ്പോഴുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ R × T, R എന്ന് പറഞ്ഞാൽ വേജ് റേറ്റ് ഇൻറ്റു ടൈം 8 അവറാണ്. 10ൽ നിന്ന് 8 കുറച്ചാൽ സ്റ്റാൻഡേർഡിൽ നിന്ന് 8 2 ആണ്. അപ്പോൾ 2 ക്യാൻസലായി. പിന്നെ 10 ആണുള്ളത്. 6 × 8 48. 48ഉം 10ഉം എത്രയായി? 48ഉം 10ഉം 58ആയി. ഇനി 1 മണിക്കൂർ 58 എന്ന് പറയുന്നത് 8 മണിക്കൂറിനാണ്. അപ്പോൾ 1 മണിക്കൂറിന് 7 രൂപ 25 പൈസയാണ്. ഏത് പ്രകാരമാണെങ്കിൽ ഹെസ്ലി പ്ലാൻ പ്രകാരമാണെങ്കിൽ. ഹെസ്ലി പ്ലാൻ്റെ ഈ സാധനം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക.
ഒരു സ്ട്രൈറ്റ് ലൈനാണ്. അതേസമയം കുറച്ച് ഭാഗം നമ്പർ ഓഫ് പീസസ് പെർ ഡേ, വേജ് പെർ ഡേയും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. OS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്, ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡാണ്. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് റോ ആൻഡ് പ്ലാൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. എല്ലാം അത് തന്നെ SRT. എന്താണ് റോ ആൻഡ് പ്ലാൻ മെത്തേഡിലുള്ളത്? റോ ആൻഡ് പ്ലാൻ മെത്തേഡിലുള്ളത് റോ ആൻഡ് പ്രീമിയം പ്ലാൻ മെത്തേഡിലുള്ളത് വ്യത്യാസം എന്ന് പറയുന്നത് R×T + S-T/S/R×T ആണ്. ഈ ഇക്വേഷൻ എഴുതാൻ മാത്രം 2020 പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ R×T എന്ന് പറയുന്നത് R×T എന്ന് പറഞ്ഞാൽ 10 - S 8 × 10 × 8 ÷ 10. അപ്പോൾ 10 10 വെട്ടിപ്പോയി. 2 × 8 16, 6 × 8 48, 48ഉം 16ഉം കൂട്ടിയാൽ 64, 64 8 മണിക്കൂറിനാവുമ്പോൾ 8 രൂപയാണ് ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഗ്രാഫും കൂടെ നോക്കി നോക്കുക. എന്താണ് ഔട്ട്പുട്ട് വേഴ്സസ് ഏണിംഗ് പെർ ഡേ എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് വളച്ചാണ് വരയ്ക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും 2010 ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ വേറെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗ്രാഫ് വരച്ചിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഈ രണ്ട് കാര്യവും ഇതിൽ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, എന്ത് ചെയ്തേ പറ്റുള്ളൂ. ഈ പ്രോബ്ലവും ഈ അഡ്വാൻറ്റേജസും രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും നിങ്ങൾ എന്തായിട്ടും നിർബന്ധമായി എഴുതിയേ പറ്റൂ. ഹെസ്ലി പ്ലാൻ എന്ന് പറയുന്നത് ഗ്യാരണ്ടി മിനിമം വേജ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് സിംപിളി അണ്ടർസ്റ്റാൻഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. Important to simply understand and operate. Manage also share a percentage of bonus. It does not consume time on expensive time of study. Work does not manage. Worker do not like. The management should share the bonus on the time saved. ജോലിക്കാരൻ നമ്മുടെ ജോലി സേവ് ചെയ്തിട്ട് അതിന് പൈസ മാനേജർ എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഈസ് ബീയിങ് ബേസ്ഡ് അപ്പോൺ ദ പാസ്റ്റ് പ്രൊഡക്ഷൻ റെക്കോർഡാണ്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം റോ ആൻഡ് പ്ലാൻ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? റോ ആൻഡ് പ്ലാൻ ബോണസ് ചെയ്യുന്നതിന് S-T/S വാല്യൂ ആണ്. ഇറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് ഈവൻ ഇഫ് ദ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ മാതിരി എന്തല്ല, അറ്റ് ഈസ് നോട്ട് അക്യുറേറ്റ്. ഇറ്റ് പ്രൊവൈഡ് ഗ്യാരണ്ടി ഓഫ് ദ മിനിമം വേജ്, എൻകറേജ് ഇൻഫീരിയർ ആൻഡ് ഫ്രഷ് വർക്കർ. നേരത്തെ ഒരു വലിയ ദോഷമാണ്, പുതിയ ആളുകൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. മാനേജ്മെന്റ് ഷെയർ ദ പെർസെൻറ്റേജ് ഓഫ് ബോണസ്. ഡിസഡ്വാൻറ്റേജ് വർക്കർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് ലൈക്ക് ഷെയർ ഓഫ് ദെയർ ബോണസ്. ഇൻസെൻറ്റീവ് ഓഫ് ഹൈ പ്രൊഡക്റ്റീവ് വർക്കർ ഈസ് insufficient. It is not easy to understand and operate. പഠിക്കുക, പരീക്ഷയ്ക്ക് പാസ്സാവും.